നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യത്തെപ്പറ്റിയാണ്. ഒരു മെഷീന്, ഒരു യന്ത്രത്തിന് ശരിക്കും നമ്മളെപ്പോലെ ചിന്തിക്കാൻ സാധിക്കുമോ? അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വ്യക്തിയെന്നതിന്റെ അർത്ഥം തന്നെ എന്താണ്? അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ തന്നെയാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് തരാൻ പറ്റുമോ? അതൊരു പക്ഷേ മനുഷ്യനെപ്പോലെ പെരുമാറുന്ന അതിസങ്കീർണമായ ഒരു റോബോട്ടായിക്കൂടെ? പുറമേന്നു നോക്കിയാൽ ഒരു വ്യത്യാസവും കാണില്ല. ഈ ഒരു ചിന്തയില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ അക്കവരെ കാതൽ. അപ്പോൾ ഈ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപ് നമ്മൾ രണ്ട് അടിസ്ഥാനപരമായ AI-കളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ സംഭാഷണത്തിന്റെ എല്ലാം കേന്ദ്രം ഇവരാണ്. ഈ വീക്ക് AI എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. നമ്മുടെ ഫോണിലെ സിരി അല്ലെങ്കിൽ സ്പെൽ ചെക്ക് സോഫ്റ്റ്വെയർ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അവ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം പ്രോഗ്രാം ചെയ്തവയാണ്, പക്ഷെ അവയ്ക്ക് സ്വന്തമായൊരു ചിന്തയോ ബോധമോ ഇല്ല. എന്നാൽ സ്ട്രോങ് AI അത് വേറെ ലെവലാണ്. അതിന് നമ്മളെപ്പോലെ ശരിക്കും ചിന്തിക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുമെന്നാണ് സങ്കല്പം. ഈ സ്ട്രോങ് AI എന്ന ആശയമാണ് നമ്മുടെ ഈ വലിയ സംവാദത്തിന് കാരണവും. അപ്പോൾ ഈ സംവാദത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വാദം എന്താണെന്ന് വച്ചാൽ, ഒരു മെഷീന്റെ ബുദ്ധിയെ നമ്മൾ അളക്കേണ്ടത് അതിന്റെ പുറമേയുള്ള പെരുമാറ്റം മാത്രം നോക്കിയിട്ടാണ്. അതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് ആരുടെ ഐഡിയ ആണെന്നറിയാമോ? കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ അലൻ ട്യൂറിങ്ങിൻ്റേതാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഒരു മെഷീന്റെയും ഒരു മനുഷ്യന്റെയും പെരുമാറ്റം തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടും ഒരുപോലെ ബുദ്ധിയുള്ളതാണെന്ന് അങ്ങ് സമ്മതിച്ചേക്കണം. അത്രയേയുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഫേമസ് ആയ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ബുദ്ധിയെ അളക്കുന്നത് പെരുമാറ്റത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് കേട്ടോ. നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ ആരാണ് കമ്പ്യൂട്ടർ, ആരാണ് മനുഷ്യനെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ടെസ്റ്റ് പാസ്സായി. അതായത് അതിന് മനുഷ്യന്റെ അത്രയും ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. ശരി, ട്യൂറിങ്ങിന്റെ ഈ ഐഡിയയെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോയ ഒരാളുണ്ട്, വില്യം ലെയ്ക്കൻ എന്ന തത്വചിന്തകൻ. അദ്ദേഹത്തിന്റെ ഒരു ചിന്താ പരീക്ഷണം നമുക്ക് നോക്കാം. നമുക്ക് ഹാരിയെ പരിചയപ്പെടാം. ഹാരി ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. അവൻ വയോള വായിക്കും. ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് മുൻപ് അവന് ടെൻഷൻ വരും. അവന് ഇഷ്ടപ്പെട്ട ചില പാനീയങ്ങളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അവനെ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് കാണുന്നത്. അവന്റെ പെരുമാറ്റം വെച്ച് നോക്കിയാൽ അവനൊരു പൂർണ്ണ വ്യക്തിയാണ്, അല്ലേ? പക്ഷേ കഥയിലൊരു ട്വിസ്റ്റുണ്ട്. ഒരു ദിവസം ഹാരിക്കൊരു മുറിവ് പറ്റുന്നു. അപ്പോൾ ചോരയ്ക്ക് പകരം പുറത്തുവരുന്ന എന്താണെന്നറിയോ? മോട്ടോർ ഓയിലും കുറേ വയറുകളും. ഇപ്പോൾ ലൈക്കൻ നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഒരു കാഴ്ച ഹാരി ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ വിശ്വാസത്തെ മാറ്റുമോ? ഉള്ളിലെന്താണെന്നുള്ളത് അത്ര പ്രധാനമാണോ? അപ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ വരും, അല്ലേ? അയ്യോ, അവൻ പ്രോഗ്രാം ചെയ്തതല്ലേ എന്ന് ചോദിച്ചാൽ ലൈക്കൻ തിരിച്ചു ചോദിക്കും, നമ്മളെയൊക്കെ ഒരു തരത്തിൽ പ്രോഗ്രാം ചെയ്തതല്ലേ, നമ്മുടെ ജീനുകളും സാഹചര്യങ്ങളുമൊക്കെ വെച്ച്? അവന് രക്തമില്ലല്ലോ എന്ന് പറഞ്ഞാൽ രക്തമാണോ ഒരാളെ വ്യക്തിയാക്കുന്നത് എന്നാവും മറുചോദ്യം. പെരുമാറ്റം ഒരുപോലെയാണെങ്കിൽ നമ്മൾ എന്തിൽ നിന്നാണ് ഉണ്ടായത് എന്നതിനോ നമ്മുടെ ഉള്ളിൽ എന്താണ് എന്നതിനോ ഒരു പ്രസക്തിയുമില്ലെന്നാണ് ലൈക്കൻ വാദിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഒരു മനുഷ്യനെപ്പോലെ പെരുമാറുന്നതും ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒന്നു തന്നെയാണോ? ഈ ഒരു ചോദ്യം നമ്മളെ നേരെ സംവാദത്തിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകും. ഈയൊരു വാദത്തിന് ശക്തമായൊരു മറുപടിയുമായിട്ടാണ് ജോൺ സിയൽ എന്ന ഫിലോസഫർ വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായൊരു തോട്ട് എക്സ്പെരിമെന്റിലൂടെ പെരുമാറ്റം മാത്രം പോരാ എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. സിയൽ എതിർക്കുന്നത് ഈ സ്ട്രോങ് AI ഹൈപ്പോത്തിസിസ് എന്ന ആശയത്തെയാണ്. അതായത് ശരിയായ പ്രോഗ്രാമും ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് മനുഷ്യനെപ്പോലൊരു മനസ്സുണ്ടാകും എന്ന വാദത്തെ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളൊരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. നിങ്ങൾക്ക് ചൈനീസ് ഭാഷയുടെ ഒരു അക്ഷരം പോലും അറിയില്ല. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷിലുള്ളൊരു വലിയ റൂൾ ബുക്കുണ്ട്. പുറത്തുനിന്ന് ഒരാൾ ചൈനീസ് ഭാഷയിലുള്ള ചോദ്യങ്ങൾ ഒരു കടലാസിലെഴുതി അകത്തേക്ക് തരുന്നു. നിങ്ങൾ ആ റൂൾ ബുക്ക് നോക്കി അതിലെ നിർദ്ദേശങ്ങളനുസരിച്ച് ശരിയായ ചൈനീസ് ഉത്തരം മറ്റൊരു കടലാസിലെഴുതി പുറത്തേക്ക് കൊടുക്കുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്താ തോന്നുക? നിങ്ങൾക്ക് ചൈനീസ് നന്നായി അറിയാമെന്ന്. ചുരുക്കത്തിൽ നിങ്ങൾ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായി. പക്ഷേ ഇതാണ് ശരിക്കുള്ള ചോദ്യം. ആ മുറിക്കകത്തിരുന്ന് ഈ പണിയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചൈനീസ് ഭാഷയിലെ ഒറ്റ വാക്കുപോലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല അല്ലേ? തീർച്ചയായും ഇല്ല. ഇതാണ് സിയേളിന്റെ പോയിന്റ്. ഒരു കമ്പ്യൂട്ടറും ചെയ്യുന്നത് ഇതുതന്നെയാണ്. കുറേ നിയമങ്ങളനുസരിച്ച് ചിഹ്നങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. പക്ഷെ അതിന് യാതൊന്നും മനസ്സിലാവുന്നില്ല, ഒരു ബോധവുമില്ല. അതുകൊണ്ട് വെറും പെരുമാറ്റം മാത്രം നോക്കി ബുദ്ധിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി?
രണ്ട് നേർവിപരീതമായ ആശയങ്ങളുടെ മുന്നിൽ, അല്ലേ? ഒരു വശത്ത് പെരുമാറ്റമാണ് പ്രധാനമെന്ന് പറയുന്നു, മറുവശത്ത് മനസ്സിലാക്കലാണ് പ്രധാനമെന്നും. ഇതിന് ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിലൊരു ഉത്തരമില്ല. ഈ രണ്ട് വാദങ്ങളെയും നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഒരു സൈഡിൽ ട്യൂറിങ്ങും ലൈക്കനും. അവർ പറയുന്നു ഒരു മെഷീന് ഒരു മനുഷ്യനെപ്പോലെ പ്രവർത്തിച്ചാൽ അത് മനുഷ്യൻ തന്നെയാണ്, അതിന്റെ ഔട്ട്പുട്ടാണ് പ്രധാനം. മറ്റേ സൈഡിലോ സിയേൽ പറയുന്നു അങ്ങനെയല്ല, അഭിനയിക്കുന്നത് മനസ്സിലാക്കുന്നതിന് തുല്യമല്ല, ഉള്ളിൽ എന്ത് നടക്കുന്നോ ആ മനസ്സിനാണ് പ്രാധാന്യമെന്ന്. പക്ഷേ കഥയിവിടെ തീരുന്നില്ല കേട്ടോ. സിയേലിന്റെ ചൈനീസ് റൂം വാദത്തിനും ഒരു മറുപടിയുണ്ട്. അതിനെയാണ് സിസ്റ്റംസ് റിപ്ലൈ എന്ന് പറയുന്നത്. അതായത് മുറിയിലെ ആൾക്ക് ചൈനീസ് അറിയില്ല, ശരി, പക്ഷേ ആ ആളും റൂൾ ബുക്കും മുറിയും ചേർന്ന ആ മുഴുവൻ സിസ്റ്റത്തിനും ചൈനീസ് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ തലച്ചോറിലെ ഒരു ന്യൂറോണിനും ഇംഗ്ലീഷ് അറിയില്ലല്ലോ, പക്ഷേ തലച്ചോർ എന്ന സിസ്റ്റത്തിന് ഇംഗ്ലീഷ് അറിയാം. അതുപോലെ തന്നെ. അപ്പോൾ അവസാനം നമ്മൾ എവിടെയാണ് എത്തുന്നത്? ഒരു മെഷീന് ചിന്തിക്കാൻ പറ്റുമോ എന്ന ചോദ്യം. അത് ശരിക്കും ആ മെഷീനെ പറ്റിയല്ല, നമ്മളെപ്പറ്റിയാണ്. നമ്മുടെ സ്വന്തം ചിന്ത, നമ്മുടെ ബോധം, അതൊക്കെ എന്താണെന്ന് ആഴത്തിൽ ചിന്തിക്കാൻ ഈ ചോദ്യം നമ്മളെ നിർബന്ധിക്കുകയാണ്. അവസാനം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കെങ്ങനെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ബോധമുണ്ടെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതുപോലെ എനിക്ക് ബോധമുണ്ടെന്ന് നിങ്ങൾക്കെങ്ങനെ ഉറപ്പിക്കാം? നമുക്ക് പരസ്പരം പോലും ഇത് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ഒരു മെഷീന് ബോധമില്ല എന്ന് നമ്മൾ തറപ്പിച്ചു പറയുന്നത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ വിട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം.